ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. യഹൂദന്മാരുടെ 7 പെരുന്നാളുകളെ കുറിച്ചാണ് നാം ചിന്തിച്ചുകൊണ്ടിരുന്നത്. പെസഹ പെരുന്നാൾ, പുളിപ്പില്ലാത്ത അപ്പത്തിന്റെ പെരുന്നാൾ, ആദ്യ ഫലപെരുന്നാൾ, പെന്തക്കോസ് പെരുന്നാൾ എന്നിങ്ങനെ 4 പെരുന്നാളുകളെ കുറിച്ച് ഇതിനോടകം ഹ്രസ്വമായി ചിന്തിക്കുവാൻ ദൈവം നമ്മെ സഹായിച്ചു. ഇന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് മഹാപാപ പരിഹാര പെരുന്നാളിനെ കുറിച്ചാണ്. ലേവ്യ പുസ്തകത്തിലാണ് ഇസ്രായേൽ മക്കൾ ആചരിച്ചു വന്ന മഹാപാപ പരിഹാര പെരുന്നാളിനെ കുറിച്ച് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇസ്രായേൽ ജനത്തിന്റെ മൊത്തം പാപത്തിന്റെ പരിഹാരത്തിനു വേണ്ടി അന്നേ ദിവസം ഊനമില്ലാത്ത 2 ആണാട്ടിൻകുട്ടികളെ അതിനെ 1 വയസ്സ് പ്രായമുള്ളതിനെ വേർതിരിക്കുന്നു. അവയിൽ ഒന്നിനെ മഹാപുരോഹിതൻ അതിന്റെ തലമേൽ കൈവച്ച് തന്റെയും ജനത്തിന്റെയും പാപം അതിന്റെ മേൽ ചുമത്തി അതിനെ അറുത്ത് അതിന്റെ രക്തം ജനത്തിന്റെ പാപങ്ങളുടെ പരിഹാരത്തിനു വേണ്ടി സമാഗമന കൂടാരത്തിന്റെ അന്തർഭാഗത്ത് അത് കൃപാസനത്തിന്മേൽ തളിക്കുന്നു. അവിടുന്ന് ദൈവം ആ യാഗത്തെ അംഗീകരിച്ചതായി ബോധ്യപ്പെടുകയും മടങ്ങി വന്ന് യഹോവയായ ദൈവത്തിന്റെ സമാധാനം ജനത്തിന്റെ മേൽ ആശീർവദിക്കുകയും ചെയ്യുന്നു. 2ാമത്തെ ആട്ടിൻകുട്ടിയെ ജനത്തിന്റെ പാപം അതിന്റെ ചുമൽമേൽ ഭരമേൽപ്പിച്ച് അതിനെ അസസ്യയിൽ നിന്ന് പേര് കൊടുത്ത് മരുഭൂമിയിലേക്ക് വിട്ടയക്കുന്നു. ജനത്തിന്റെ പാപം ചുമന്നൊഴിക്കുന്ന കുഞ്ഞാട് എന്നാണ് അതിനെ വിശേഷിപ്പിക്കുന്നത്. മഹാപാപ പരിഹാര ദിവസം അറുക്കപ്പെട്ട ഈ 2 ആട്ടിൻകുട്ടികളും കർത്താവായ യേശു ക്രിസ്തുവിന്റെ കാൽവരിലെ ക്രൂശിലെ ബലിയുടെ 2 ചിത്രങ്ങളെ സൂചിപ്പിക്കുകയാണ്. ഒന്ന്, മനുഷ്യവർഗത്തിന്റെ പാപം ചുമന്നേറ്റുകൊണ്ട് മനുഷ്യവർഗത്തിന് വേണ്ടി കാൽവരിലെ ക്രൂശിൽ പോയി ശരീരം യാഗമായി സമർപ്പിച്ച് തന്റെ സ്വന്തം മരണം കൊണ്ട് പാപത്തിന് പരിഹാരമുണ്ടാക്കി മനുഷ്യവർഗത്തിന് നേടിയ വീണ്ടെടുപ്പിനെ സൂചിപ്പിക്കുന്നു. 2ാമത്തത്, നമ്മുടെ പാപം ചുമന്നുകൊണ്ട് പാളയത്തിന് പുറത്തേക്ക് നമുക്ക് വേണ്ടി കഷ്ടം സഹിച്ച ദൈവ കുഞ്ഞാടിനെ അത് ഓർപ്പിക്കുന്നു. ഒന്ന്, നമ്മുടെ പാപങ്ങളെ ചുമന്ന് ഒഴിച്ചുകൊണ്ട് ക്രൂശിന്മേൽ അറുക്കപ്പെടുന്നു. മറ്റേത് നമ്മുടെ പാപം ചുമന്നുകൊണ്ട് എന്നേക്കുമായി പോകുന്നു. ഇനി അതുകൊണ്ട് യേശു ക്രിസ്തുവിന്റെ യാഗം മുഖാന്തരമായി അതിൽ വിശ്വസിക്കുന്ന ഏവർക്കും സമ്പൂർണമാകുന്ന പാപശുദ്ധി ലഭിക്കുന്നു. അന്നത്തെ ദിവസം ഇസ്രായേൽ പാപ പരിഹാര പെരുന്നാൾ ആഘോഷിക്കുമ്പോൾ തങ്ങൾക്ക് വേണ്ടി പ്രതിപകരമായി അറുക്കപ്പെട്ട ആട്ടിൻകുട്ടിയുടെ രക്തം കൊണ്ടും പാപം ചുമന്നുകൊണ്ട് അസസ്യലിന്റെ പേരിൽ മരുഭൂമിയിലേക്ക് വിട്ടയക്കപ്പെട്ട ആട്ടിൻകുട്ടി നിമിത്തവും തങ്ങളുടെ പാപങ്ങൾക്ക് ദേശീയമായ പരിശാന്തി ഉണ്ടാകുന്നു എന്ന് വിശ്വസിക്കുകയാണ്. കർത്താവായ യേശു ക്രിസ്തു 2000 വർഷങ്ങൾക്ക് മുമ്പ് കാൽവരിലെ ക്രൂശിൽ തന്റെ ശരീരം നമുക്ക് വേണ്ടി യാഗമാക്കിയപ്പോൾ നമുക്ക് വേണ്ടി പാപം ചുമന്നുകൊണ്ട് പാളയത്തിന് പുറത്ത് അവൻ കഷ്ടം സഹിച്ചു എന്ന് തിരുവെഴുത്തിൽ വായിക്കുന്നു. അനധിവിദൂര ഭാവിയിൽ ഇസ്രായേലിന് ദേശീയമായി ലഭിക്കാൻ പോകുന്ന സമ്പൂർണമായ വീണ്ടെടുപ്പിന്റെ ചിത്രം കൂടെ മഹാപാപ പരിഹാര പെരുന്നാൾ നമ്മെ അനുസ്മരിപ്പിക്കുന്നു.